ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസാക്ഷൻസ് വിത്ത് റിപ്ലിക്കേറ്റഡ് ഡാറ്റ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ വ്യൂ പോയിന്റിൽ ഈ റിപ്ലിക്കേറ്റഡ് ഒബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ ഈ ട്രാൻസാക്ഷൻസിലുള്ള, അതൊക്കെ ഒരു നോൺ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ രൂപത്തിൽ വേണം അപ്പിയർ ആകാനായിട്ട്. ഒരു നോൺ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ ട്രാൻസാക്ഷൻസ് ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും അറ്റ് എ ടൈം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ക്ലയൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ സീരിയലി ഇക്വിവാലന്റ് ഇൻ്റർലീവിംഗ് ആയിട്ട് അത് പെർഫോം ചെയ്യുമ്പോഴാണ് ഇത് എൻഷുർ ആകുന്നതും അച്ചീവ് ആകുന്നതും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസിൻ്റെ എഫക്റ്റ്, അതായത് ഒരു റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ക്ലയൻറ്റ്സ് ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുമ്പോൾ എഫക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഒബ്ജക്ട്സിൽ അറ്റ് എ ടൈം പെർഫോം ചെയ്യുമ്പോൾ എങ്ങനത്തെ എഫക്റ്റ് ആണോ അത് തന്നെ ആയിരിക്കണം റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒബ്ജക്ട്സിനെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിലേതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ എടുത്ത് ക്ലയൻറ്റ്സ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ വൺ കോപ്പി സീരിയലൈസബിലിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഇത് സീക്വൻഷ്യൽ കൺസിസ്റ്റൻസിയുമായിട്ട് ഒരു സിമിലാരിറ്റി ഒക്കെ തോന്നും. പക്ഷേ സീക്വൻഷ്യൽ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇവിടെ വാലിഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻസിനെ ഇവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതായത് ക്ലയൻറ്റ് ഓപ്പറേഷൻസിൻ്റെ ഒക്കെ അഗ്രിഗേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രാൻസാക്ഷൻസിലേക്ക് ഇതൊന്നും ഇവിടെ അവർ കൺസിഡർ ചെയ്യത്തില്ല, അവരത് ചെയ്യത്തില്ല. അപ്പോൾ ഓരോ റിപ്ലിക്ക മാനേജറും ഒരു കൺകറൻസി കൺട്രോളും അതുപോലെ റിക്കവറിയും പ്രൊവൈഡ് ചെയ്യുന്നു അതിൻ്റെ ഒബ്ജക്ട്സിന്. അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ 2 phase ലോക്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഈ റിപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ റിക്കവറി കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ചാൻസും ഉണ്ട്. ഒരു റിപ്ലിക്ക മാനേജർ റിക്കവർ ചെയ്യാൻ നേരത്ത് ഇതെന്ത് ചെയ്യുന്നു, മറ്റ് റിപ്ലിക്ക മാനേജേഴ്സിൻ്റെ അകത്ത് ആ ഒബ്ജക്റ്റിൻ്റെ റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോപ്പീസ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നും ഇൻഫർമേഷൻസ് എടുത്താണ് ഈ റിപ്ലിക്ക മാനേജർ റിക്കവർ ചെയ്യുകയും ഒബ്ജക്റ്റിനെ റീസ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർക്കിടെക്ചേഴ്സ് ഓഫ് റിപ്ലിക്കേറ്റഡ് ട്രാൻസാക്ഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ട് എൻഡിന് ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റിനെ ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് മൾട്ടികാസ്റ്റ് ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ ഓരോ റിക്വസ്റ്റിനെയും ഒരു സിംഗിൾ റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ റിപ്ലിക്ക മാനേജേഴ്സ് ആയിരിക്കും ഈ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുകയും ക്ലയൻറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ വഹിക്കുന്ന ആൾ. അപ്പോൾ ഈ പ്രൈമറി കോപ്പി അപ്രോച്ചിൽ എല്ലാ ഫ്രണ്ട് എൻഡ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈമറി റിപ്ലിക്ക മാനേജറുമായിട്ട് കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ റിപ്ലിക്ക മാനേജർ ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ബാക്കപ്പ് അപ്ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഇവിടെ ഫ്രണ്ട് എൻഡ് ഏത് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ഏതെങ്കിലും ഒരു റിപ്ലിക്ക മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ കോർഡിനേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഈ മോർ കോംപ്ലക്സ് ആയിരിക്കും. ഈ റിപ്ലിക്ക മാനേജേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻസ് അതൊക്കെ മോർ കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഈ കോർഡിനേഷൻസ് ഒക്കെ മെയിൻ ചെയ്യുന്ന ആരാണ്? കാരണം ഒരു ഒബ്ജക്റ്റ് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ റിപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ. അപ്പം അത് റിപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാനേജേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പം അവർ തമ്മിലുള്ള കോർഡിനേഷൻ അതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ ഈ റിപ്ലിക്ക മാനേജറിന് ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് മറ്റ് റിപ്ലിക്ക മാനേജേഴ്സുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നു. ആ കോപ്പീസുള്ള ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് ഹോൾഡ് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് റിപ്ലിക്ക മാനേജേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് ആർക്കാണോ ഒരു റിക്വസ്റ്റ് കിട്ടിയത് ആ റിപ്ലിക്ക മാനേജേഴ്സാണ് കോഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ റിപ്ലിക്കേഷൻ സ്കീംസിനും ഓരോരോ റൂൾസുകളാണ്. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പിൽ എത്ര റിപ്ലിക്ക മാനേജറൊക്കെ വേണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്നൊക്കെ ഓരോ റിപ്ലിക്കേഷൻ സ്കീമിലും ഓരോ ഡിഫറെൻറ്റ് റൂൾസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് റീഡ് വൺ റൈറ്റ് ഓൾ സ്കീമുണ്ട്. ഇവിടെ റീഡ് റിക്വസ്റ്റ് ഒരു സിംഗിൾ റിപ്ലിക്ക മാനേജർ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. എന്നാൽ റൈറ്റ് റിക്വസ്റ്റ് പെർഫോം ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ റിപ്ലിക്ക മാനേജേഴ്സും ആയിരിക്കും. അപ്പോൾ ഈ റിക്വസ്റ്റുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി ആണോ അതോ ഈ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ എൻഡിലായിരിക്കുമോ? അപ്പോൾ ഈ പ്രൈമറി കോപ്പി സ്കീമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസാക്ഷൻസ് എൻഡ് ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ കൺകറൻസി കൺട്രോളൊക്കെ പ്രൈമറിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഡിഫറെൻറ്റ് റിപ്ലിക്ക മാനേജേഴ്സിൽ സെയിം ഒബ്ജക്ട്സുകളുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്ലിക്കേഷൻ മാനേജേഴ്സ് ഇല്ലേ? അപ്പോൾ ഇതിനെ ട്രാൻസാക്ഷൻ ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിക്വസ്റ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടി വരുന്നു കൺകറൻസി കൺട്രോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് 2 phase കമ്മിറ്റ് പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവിടെ
ഒരു 2 ഫേസ് കമ്മിറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു 2 ലെവൽ നെസ്റ്റ് 2 ഫേസ് കമ്മിറ്റ് പ്രോട്ടോകോൾ ആകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ്റെ കോർഡിനേറ്റർ വർക്കേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ഈ കോർഡിനേറ്റർ അല്ലെങ്കിൽ വർക്കറിലെ എന്ന് പറയുന്നത് ഒരു റിപ്ലിക്ക മാനേജർ ആണെങ്കിൽ ഇത് മറ്റ് റിപ്ലിക്ക മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ സമയത്ത് റിക്വസ്റ്റ് പാസ് ചെയ്തില്ലേ, ആ റിപ്ലിക്ക മാനേജേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ റിപ്ലിക്ക മാനേജർ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്ററോ അല്ലെങ്കിൽ വർക്കറോ ആണെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഫേസിൽ എന്താ ചെയ്യുന്നത്, ഒരു കോർഡിനേറ്റർ സ്കാൻ കമ്മിറ്റ് എന്ന് പറയുന്ന ഇത് സെൻഡ് ചെയ്യുന്നു, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു വർക്കേഴ്സിന്. എന്നിട്ട് ഇത് മറ്റ് റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ റിപ്ലൈസ് ഒക്കെ കളക്ട് ചെയ്യുന്നു കോർഡിനേറ്ററിനോട് റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. സെക്കൻഡ് ഫേസിൽ എന്ന് പറയുമ്പോൾ ഇവിടെ കോർഡിനേറ്റർ ഡു കമ്മിറ്റ്, ഡു അബോട്ട് റിക്വസ്റ്റുകളൊക്കെ സെൻഡ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് റിപ്ലിക്ക മാനേജേഴ്സിൻ്റെ ഉള്ള മെമ്പേഴ്സിലെ അവരിലേക്ക് ഇത് പാസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവൈലബിൾ കോപ്പീസ് റിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റീഡ് വൺ റൈറ്റ് ഓൾ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്കീമല്ല. കാരണം ഈ റിപ്ലിക്ക മാനേജേഴ്സ് ഒക്കെ അൺഅവൈലബിൾ ആകാം ഇതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ. അതായത് അൺഅവൈലബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രാഷ് ആകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ഉണ്ടാകാം ഈ റിപ്ലിക്കേഷൻ മാനേജേഴ്സിൽ. അപ്പം വേറൊരു സ്കീം നമുക്ക് ഉപയോഗിക്കാം, അവൈലബിൾ കോപ്പീസ്. അപ്പോൾ ഈ സ്കീമിൽ എങ്ങനെയാണ്, ചില റിപ്ലിക്ക മാനേജേഴ്സ് ടെമ്പററി അൺഅവൈലബിൾ ആണെങ്കിലും ഇവിടെ കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ ഒരു ലോജിക്കൽ ഒബ്ജക്റ്റിൽ ഒരു ക്ലയൻറ്റ് റീഡ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റിപ്ലിക്ക മാനേജർ ഇത് പെർഫോം ചെയ്യും. പക്ഷേ ഈ ക്ലയൻറ്റിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഇല്ലേ, അത് എല്ലാ റിപ്ലിക്കേറ്റഡ് മാനേജേഴ്സും പെർഫോം ചെയ്യണം. അതായത് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ കോപ്പീസ് ഹോൾഡ് ചെയ്യുന്ന ഗ്രൂപ്പിലുള്ള എല്ലാ റിപ്ലിക്ക മാനേജേഴ്സും ക്ലയൻസിൻ്റെ അപ്ഡേറ്റ് റിക്വസ്റ്റ് പെർഫോം ചെയ്യണം. ഇവിടെ ക്ലയൻസിൻ്റെ അപ്ഡേറ്റ് റിക്വസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതെന്താ മനസ്സിലായി, റൈറ്റ് റിക്വസ്റ്റ് ഒക്കെ ഇല്ലേ, അതായത് പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് എല്ലാ അവൈലബിൾ ഉള്ള റിപ്ലിക്കേഷൻ മാനേജേഴ്സും അത് പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവൈലബിൾ കോപ്പീസ് റീഡ് വൺ ഓർ റൈറ്റ് ഓൾ അവൈലബിൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഫിഗർ കണ്ടില്ലേ, ഇവിടെ ഗെറ്റ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ട്രാൻസാക്ഷൻ ടി പെർഫോം ചെയ്യുന്നു എക്സ് എന്ന സെർവറിൽ. ഇവിടെ ഡിപ്പോസിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് എം, എൻ ആൻഡ് പി ആണ്. കൺകറൻസി കൺട്രോൾ ഉണ്ട് ഓരോ റിപ്ലിക്ക മാനേജേഴ്സിലെയും. ഇത് ഓപ്പറേഷൻസിനെ ലോക്കലി പെർഫോം ചെയ്ത ഓപ്പറേഷൻസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് എന്ന സെർവറിൽ ട്രാൻസാക്ഷൻ ടി അത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ റീഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, ട്രാൻസാക്ഷൻ യു അത് എയിനെ അപ്ഡേറ്റ് ചെയ്യാൻ ആ ടൈമിൽ അലോ ചെയ്യുന്നില്ല വിത്ത് ഡിപ്പോസിറ്റ് ഓപ്പറേഷൻസ്. എപ്പോൾ വരെയാണ്, ടി കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. അപ്പം സോ ലോങ് ആ സെറ്റ് ഓഫ് അവൈലബിൾ ആയിട്ട് റിപ്ലിക്ക മാനേജേഴ്സ് ചേഞ്ച് ചെയ്യുന്നിടത്തോളം കാലം ലോക്കൽ കൺകറൻസി കൺട്രോൾ ഇവിടെ വൺ കോപ്പി സീൽസിബിലിറ്റി അച്ചീവ് ചെയ്യുന്നു. ഒരു റീഡ് വൺ ഓർ റൈറ്റ് ഓർ റിപ്ലിക്കേഷൻസിൻ്റെ അതേ രീതി തന്നെ. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും, ഈ റിപ്ലിക്ക മാനേജേഴ്സിൻ്റെ കേസിൽ ഇത് ഇപ്പോൾ ഒരു റിപ്ലിക്കേഷൻ മാനേജേഴ്സ് ഫെയിൽ ചെയ്യുക അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ പ്രോഗ്രസ് ചെയ്യാൻ നേരത്തെ റിക്കവർ ചെയ്യുക, അപ്പോൾ അവിടുത്തെ കേസ് മാറും. അപ്പം നമുക്കിവിടെ റിപ്ലിക്ക മാനേജർ ഫെയിലുവർ ആ കണ്ടീഷൻ എന്താണെന്ന് അടുത്ത സ്ലൈഡ് നോക്കാം അല്ലേ. റിപ്ലിക്ക മാനേജർ ഫെയിലുവർ. ഇപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് റിപ്ലിക്ക മാനേജേഴ്സ് ഫെയിൽ ചെയ്യാം, ക്രാഷിംഗ് ഒക്കെ കാരണം. ഇപ്പോൾ ഒരു ക്രാഷ്ഡ് ആയിട്ടുള്ള റിപ്ലിക്ക മാനേജേഴ്സിനെ ഒരു ന്യൂ പ്രോസസ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഒരു റിക്കവറി ഫയലിലുള്ള കുറേ സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്നായിരിക്കും ഇത് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് എൻഡ്സ് ഉണ്ട്, അവർ ടൈം ഔട്ട് ഉപയോഗിക്കുന്നു. എന്തിനാണ്, റിപ്ലിക്ക മാനേജേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് റിപ്ലിക്ക മാനേജേഴ്സിന്, ഒരു ക്രാഷ് ചെയ്യപ്പെട്ട ഒരു റിപ്ലിക്ക മാനേജറിലേക്ക് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് അയക്കുമ്പം ഫ്രണ്ട് എൻഡ് എന്ത് പറ്റുന്നു, ടൈം ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് പിന്നെയും റീട്രൈ ചെയ്യുന്നു ആ റിക്വസ്റ്റിനെ മറ്റു റിപ്ലിക്ക മാനേജേഴ്സിലേക്ക്, ആ ഗ്രൂപ്പിലുള്ള മറ്റു റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് ഈ റിക്വസ്റ്റിനെ പിന്നെയും റീട്രൈ ചെയ്യുന്നു. ഇനി ഈ ഒരു റിക്വസ്റ്റ് ഒരു റിപ്ലിക്ക മാനേജേഴ്സ് റിസീവ് ചെയ്യുകയാണ്, ഒരു ഒബ്ജക്റ്റ് ഔട്ട് ഓഫ് ഡേറ്റ് ആയ ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പിയുള്ള റിപ്ലിക്ക മാനേജർ. പക്ഷേ ആ
കോപ്പിയുള്ള ഒബ്ജക്റ്റ്, ആ കോപ്പി എന്ന് പറയുന്ന ഔട്ട് ഓഫ് ഡേറ്റ് ആയ കോപ്പിയാണ്. അപ്പം ആ കോപ്പിക്ക് ആഡ് ചെയ്യുന്ന റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിപ്ലിക്ക മാനേജേഴ്സ് ഈ ഫെയിലുവറിൽ നിന്നും കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിപ്ലിക്ക മാനേജർ അപ്പോൾ എന്ത് ചെയ്യുന്നു, റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യുന്നു. ഫ്രണ്ട് എൻഡ് പിന്നെ റീട്രൈ ചെയ്യുന്നു റിക്വസ്റ്റ് അനദർ റിപ്ലിക്ക മാനേജർ ഇൻ ദ ഗ്രൂപ്പ്. ഈ വൺ കോപ്പി സീരിയലൈസബിലിറ്റിയിൽ ക്രാഷസും റിക്കവറീസും അതെല്ലാം ട്രാൻസാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് സീരിയലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിന് ഒരു ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഒരു ട്രാൻസാക്ഷൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ അതായത് ഇപ്പം ഒരു ട്രാൻസാക്ഷൻസ് ഒരു ഒബ്സർവ് ചെയ്തു, ഒരു ഫെയിലിയർ ഒക്കർ ചെയ്തു, അതായത് ആ ട്രാൻസാക്ഷൻ ഫിനിഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അപ്പോൾ ഈ വൺ കോപ്പി സീരിയലൈസബിലിറ്റിക്ക് അപ്പോൾ ഒബ്ജക്ട്സിനെ ഒന്നെങ്കിൽ ആക്സസ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പോൾ ഈ വൺ കോപ്പി സീരിയലൈസബിലിറ്റി ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് കോൺഫ്ലിക്റ്റിംഗ് ഫെയിലിയർ ഒബ്സർവേഷൻസ് ഒക്കെ നടത്തുവാണെങ്കിൽ അപ്പോൾ ഈ വൺ കോപ്പി സീരിയലൈസബിലിറ്റി അച്ചീവ് ചെയ്യുകയില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഇവിടെ ഒരു ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ എന്താ പറയുന്നത്, ഒരു റിപ്ലിക്ക മാനേജർ എക്സ് അത് ഫെയിൽ ആകുന്നു എപ്പോഴാണ്, ജസ്റ്റ് ആഫ്റ്റർ ടി ഒരു ഗെറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്തതിനു ശേഷം. ഇനി റിപ്ലിക്ക മാനേജർ എൻ ഫെയിൽ ആകുന്നു ജസ്റ്റ് ആഫ്റ്റർ യു എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഗെറ്റ് ബാലൻസ് പെർഫോം ചെയ്യുന്നതിന് ശേഷം. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് രണ്ട് റിപ്ലിക്ക മാനേജേഴ്സും ഫെയിലായി, ടിയും യുവും ഡിപ്പോസിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്തതിന് മുമ്പ്. അപ്പോൾ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് ടീസിൻ്റെ ഡിപ്പോസിറ്റ് അത് ഒരു റിപ്ലിക്ക മാനേജർ ആയിട്ടുള്ള എം ആൻഡ് പിയിലായിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. യൂസിൻ്റെ ഡിപ്പോസിറ്റ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് റിപ്ലിക്ക മാനേജർ ആയിട്ടുള്ള വൈയിലായിരിക്കും. പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നതിലുള്ള എയിൽ കൺകറൻസി കൺട്രോൾ ഇവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഈ റിപ്ലിക്ക മാനേജർ എക്സ് അതിലുള്ള എ ഇല്ലേ, അതിൻ്റെ കൺകറൻസി കൺട്രോള് ട്രാൻസാക്ഷൻ യുവിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, റിപ്ലിക്കേഷൻ മാനേജർ വൈയിൽ വെച്ച് എയിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് അത് ചെയ്യുകയില്ല. മാത്രമല്ല അവിടെ ഒരു കൺകറൻസി കൺട്രോൾ ഓൺ ബി, റിപ്ലിക്ക മാനേജർ എന്നിലുള്ള ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ കൺകറൻസി കൺട്രോള് എം ആൻഡ് പി റിപ്ലിക്കേഷൻ മാനേജേഴ്സിലുള്ള ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ടി ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള കൺകറൻസി കൺട്രോളുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റീഡ് ഇൻ വൺ ട്രാൻസാക്ഷൻ റൈറ്റ് ഇൻ അതർ ട്രാൻസാക്ഷൻസിൻ്റെ ഇടയിലുള്ള. അടുത്ത് നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കൽ വാലിഡേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കൺകറൻസി കൺട്രോൾ പ്രൊസീജിയറാണ് ലോക്കൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോക്കൽ വാലിഡേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഫെയിലുവറും റിക്കവറി ഇവൻറ്റുകളൊന്നും ഉണ്ടാവുകയില്ല എന്ന് ഈ ലോക്കൽ വാലിഡേഷൻ പ്രൊസീജിയർ എൻഷുർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ എങ്ങനെയായിരുന്നു, ടി ഒബ്ജക്റ്റ് ആയിട്ടുള്ള എക്സിൽ നിന്നും റീഡ് ചെയ്തു, എക്സിൻ്റെ ഫെയിലുവർ എന്ന് പറഞ്ഞാൽ ടി റീഡ് ചെയ്തതിന് ശേഷമാണ്. അതുപോലെ ടി എന്ത് ചെയ്യുന്നു, എൻ എന്ന് പറയുന്ന ഇതിനെ റിപ്ലിക്ക മാനേജർ എൻ എന്ന് പറയുന്ന റിപ്ലിക്ക മാനേജർ ഫെയിലിയർ ആകുന്നത് ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നു. എപ്പോഴാണ്, ഇത് ഒരു ഒബ്ജക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാൻ നേരം. അപ്പോൾ എന്നിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ടി എന്ന ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പാണ് അല്ലേ. അതായത് എന്ന് ഫെയിൽസ് ചെയ്യുന്ന സമയത്ത് ടി എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ ടി എക്സ് എന്ന് പറഞ്ഞ റിപ്ലിക്ക മാനേജറിൽ നിന്നും എ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ റീഡ് ചെയ്തു, ടി ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ റൈറ്റ് ചെയ്തു അറ്റ് എം ആൻഡ് പി റിപ്ലിക്കേഷൻ മാനേജറിലുള്ള. അതുപോലെ ടി കമ്മിറ്റ് ചെയ്തു, എക്സ് ഫെയിൽ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷൻ യുവിൽ നമുക്ക് എങ്ങനെ പറയാം, എക്സ് ഫെയിലായി, യു എന്ത് ചെയ്തു, എൻ എന്ന് പറയുന്ന റിപ്ലിക്ക മാനേജറുള്ള ഒബ്ജക്റ്റിനെ റീഡ് ചെയ്തു. ഇനി യു എന്ത് ചെയ്യുന്നു, വൈ എന്ന് പറയുന്ന റിപ്ലിക്ക മാനേജറിലുള്ള ഒബ്ജക്റ്റിൽ റൈറ്റ് ചെയ്തു. യു കമ്മിറ്റ് ചെയ്യുകയും എൻ ഫെയിൽ ആകുകയും ചെയ്തു. അപ്പോൾ ഈ ലോക്കൽ വാലിഡേഷൻ പ്രൊസീജിയർ
എൻഷുർ ചെയ്യുന്നത് രണ്ട് ഇതുപോലത്തെ ഇൻകമ്പറ്റബിൾ ആയിട്ടുള്ള സീക്വൻസുകൾ ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് ഇപ്പോൾ ട്രാൻസാക്ഷൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ചെക്ക് ചെയ്യണം. അതിൻ്റെ ഏതെങ്കിലും ഒരു ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, അതായത് ആ ട്രാൻസാക്ഷൻ അക്സസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ റിപ്ലിക്ക മാനേജർ അത് അതിൽ ഫെയിലുവേഴ്സോ റിക്കവറീസോ വരെ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രാൻസാക്ഷൻസ്. നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ ടി അത് ചെക്ക് ചെയ്യണമായിരുന്നു ഇപ്പോൾ അൺഅവൈലബിൾ ആണോ എന്ന്, ആൻഡ് എക്സ് എം ആൻഡ് പി അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ടിക്ക് അങ്ങനെയാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് ടീനെ കമ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എക്സ് ഫെയിൽ ചെയ്യുന്നു ആഫ്റ്റർ ടി വാലിഡേറ്റഡ് ആൻഡ് ബിഫോർ യു വാലിഡേറ്റഡ്. അപ്പം മറ്റൊരു പരത്തിൽ പറയുകയാണെങ്കിൽ യുവിൻ്റെ വാലിഡേഷൻ എന്ന് പറയുന്നത് ടിയുടെ വാലിഡേഷന് ശേഷമാണ്. യു വാലിഡേഷൻ ഫെയിലായി, കാരണം എൻ എന്ന് പറയുന്നത് ഓൾറെഡി ഫെയിൽ ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഫെയിലിയർ ആയിട്ട് ആണെന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ വാലിഡേഷൻ പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, അത് ഫെയിൽഡ് ആയിട്ടുള്ള റിപ്ലിക്ക മാനേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിനാണ്? അവിടെ ഇതുവരെ റിക്കവർ ആയിട്ടുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോക്കൽ വാലിഡേഷൻ്റെ മറ്റൊരു പാർട്ടെന്ന് പറയുന്നത് ഇത് ടെസ്റ്റ് ചെയ്യുന്നു, റിപ്ലിക്ക മാനേജേഴ്സ് ഫെയിൽഡ് ആയിട്ടില്ല എന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യുന്ന സമയം വരെ. അപ്പോൾ ഇതിൽ നമുക്ക് 2 phase കമ്മിറ്റ് പ്രോട്ടോകോൾസിൽ ആയിട്ട് ഈ അപ്രോച്ച് നമുക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ കോപ്പീസ് അൽഗോരിതംസ് ഇല്ലേ, അത് നമുക്ക് ഈ റിപ്ലിക്ക മാനേജർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എൻവയോൺമെൻറ്റ്സുകളിലൊന്നും നമുക്ക് ഈ അവൈലബിൾ കോപ്പീസ് അൽഗോരിതം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറ്റ്വർക്ക് പാർട്ടീഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ. അപ്പോൾ ഒരു റിപ്ലിക്കേഷൻ സ്കീം, അതിന് ഒരു നെറ്റ്വർക്ക് പാർട്ടീഷൻ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടി വരും ഈ റിപ്ലിക്കേഷൻ സ്കീമിൽ. അപ്പോൾ നെറ്റ്വർക്ക് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് കുറേ ഗ്രൂപ്പ് ഓഫ് റിപ്ലിക്ക മാനേജേഴ്സിനെ പല 2 അതിൽ കൂടുതൽ സബ് ഗ്രൂപ്പുകളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പം ഒരു സബ് ഗ്രൂപ്പിലെ മെമ്പറിന് അതിനെ മറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പക്ഷേ നമ്പർ ഓഫ് ഡിഫറൻസ് ആയിട്ടുള്ള സബ് ഗ്രൂപ്പ്സിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ റിപ്ലിക്ക മാനേജറും ഒരു ഡിപ്പോസിറ്റ് റിക്വസ്റ്റ് റിസീവ് ചെയ്യുന്നു. അപ്പോൾ അതിന് വിഡ്രോ റിക്വസ്റ്റ് റിസീവ് ചെയ്ത റിപ്ലിക്ക മാനേജേഴ്സിലേക്ക് ഇതിനെ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ റിപ്ലിക്കേഷൻ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്യണം, അസംഷൻ ചെയ്യുന്ന ഈ പാർട്ടീഷൻസ് ഇവൻച്വലി റിപ്പയർ ചെയ്യണം എന്നുള്ള അസംഷനോട് കൂടി നമ്മൾ റിപ്ലിക്കേഷൻ സ്കീം ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഒരു സിംഗിൾ പാർട്ടീഷൻസിലുള്ള ഒരു റിപ്ലിക്ക മാനേജർ എൻഷുർ ചെയ്യണം ഏതെങ്കിലും ഒരു റിക്വസ്റ്റ്, അതായത് അത് ഈ പാർട്ടീഷൻ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്, റിപ്ലിക്ക ഇൻകൺസിസ്റ്റൻ്റ് ആക്കരുത് പാർട്ടീഷൻസ് റിപ്പയർ ചെയ്യുമ്പോൾ. ഈ ഡേവിഡ്സൺ പലതരത്തിലുള്ള അപ്രോച്ചുകൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക് എന്നിങ്ങനെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അതിൻ്റെ ഇൻകൺസിസ്റ്റൻസി ലൈക്ലി ടു ഒക്കർ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒപ്റ്റിമിസ്റ്റിക് സ്കീം എന്ന് പറയുമ്പോൾ ഇത് പാർട്ടീഷൻ സമയത്തുള്ള അവൈലബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നില്ല, എന്നാൽ പെസിമിസ്റ്റിക് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചും പെസിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചും എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറയുമ്പം ഇത് ആ പാർട്ടീഷൻസിനെ എല്ലാം അപ്ഡേഷൻ ചെയ്യുന്നത് അലൗ ചെയ്യുന്നു. അപ്പോൾ ഇതെന്ത് ലീഡ് ചെയ്യുന്നു, പാർട്ടീഷൻസ് തമ്മിലുള്ള ഒരു ഇൻകൺസിസ്റ്റൻസി ഇതിലേക്ക് നയിക്കുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് റിസോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും പാർട്ടീഷൻസ് റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ അപ്രോച്ചിൽ ഒരു വേരിയൻറ്റ് ഇതെന്ന് പറയുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ കോപ്പീസ് അൽഗോരിതം, അതിൻ്റെ ഒരു വേരിയൻ്റ് ആണെന്ന് പറയാം. ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ പാർട്ടീഷൻസിലും അലൗഡ് ആണ്. അതുപോലെ ആഫ്റ്റർ ദ പാർട്ടീഷൻ റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ദ അപ്ഡേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 1 കോപ്പി സീൽസിബിലിറ്റി ക്രൈറ്റീരിയൻ അത് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും അപ്ഡേറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ അബോട്ട് ചെയ്യുന്നു. അതാണ് ഇവിടെ ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചിൽ നടക്കുന്നത്. ഇനി പെസിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണെങ്കിലോ ഇത് അവിടെ പാർട്ടീഷൻസ് ഇല്ല എങ്കിൽ അവൈലബിലിറ്റി ലിമിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഒരു പാർട്ടീഷൻ ഉണ്ടാകുമ്പോൾ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ പെസിമിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചിൽ. അപ്പോൾ ഒരു പാർട്ടീഷൻ റിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ആ മാനേജേഴ്സിലുള്ള കുറേ റിപ്ലിക്കേറ്റഡ് കോപ്പീസ് ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം.
കോറം കോൺസസ് അപ്രോച്ച് എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇതെന്ത് ചെയ്യുന്നു? പാർട്ടീഷൻസിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് അലോ ചെയ്യുന്നു. ഏത് തരത്തിലുള്ള പാർട്ടീഷൻസിനെ? ഒരു മെജോറിറ്റി ഓഫ് റിപ്ലിക്ക മാനേജസ് ഉള്ള പാർട്ടീഷൻസിനെ. എന്നിട്ട് ഈ മറ്റ് റിപ്ലിക്ക മാനേജസിലേക്ക് ഈ അപ്ഡേറ്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു പാർട്ടീഷൻസ് റിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രാൻസാക്ഷൻസ് വിത്ത് റിപ്ലിക്കേറ്റഡ് ഡേറ്റ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.